ഹലോ, ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ബീഫിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നമുക്ക് ശരിക്ക് ഈ ബീഫ് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വേവിക്കാൻ. അതിനുശേഷം ഒരു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതിൻ്റെ കളറ് മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ നിറമൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ആദ്യം ഇറച്ചി വേവിച്ചപ്പോൾ അല്പം ചേർത്തിട്ടുണ്ട്, കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഈ മസാലയുടെ പച്ച മണം മാറി വരുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ച മണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഗ്രേവി മൊത്തം നമുക്ക് വറ്റിച്ചെടുക്കണം. ബീഫ് റോസ്റ്റ് അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം നമുക്ക് ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി നമുക്കിത് വറ്റിച്ചെടുക്കാം. അല്പം കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അവസാനം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.